ഹലോ. ഹലോ ഹലോ. ആ, കേൾക്കുന്നില്ലേ? ആ ആ ആ, അല്ല, നീ എപ്പോഴാ എന്താ നാട്ടിൽ വരുന്നത്? നാട്ടില് ഒരാഴ്ച കൂടി എടുക്കും. ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. അയ്യോ. ഉം. ഉം. അല്ല, നീ എന്തുണ്ട്? വരുമ്പോ ആ ഞാൻ പറഞ്ഞ സാധനം എല്ലാം വാങ്ങിയിട്ടില്ലേ? നീ പറഞ്ഞ സാധനങ്ങള് ക്രീമും പെർഫ്യൂമും അല്ലേ? ആ. പിന്നെ എന്റെ വകയായിട്ട് ഞാൻ വേറൊരു നല്ലൊരു ഐറ്റം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ. അത് ആ. അത് വന്നിട്ട് കാണിച്ചു തരാം ഞാൻ. എന്താ? അല്ല, മോള് എനക്ക് ഉം രണ്ട് സാധനം കൂടി വേണേനു. രണ്ട് സാധനം വേണം. ഇനി എന്ത് സാധന? ഒന്ന് ബദാം പരിപ്പ്. ബദാമാ? ഉം. ആ അത് പിന്നെ 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 ഒന്ന് അവിടെ നല്ല കുങ്കുമപ്പൂ കിട്ടൂലേ? കുങ്കുമപ്പൂ എന്തിനാ വെളുക്കാനാ? വെളുക്കാനൊന്നല്ല. ഉം ഒന്ന് അല്ല, വെറു- ശരിക്കും ഇയാൾ കറുത്തിട്ടാണോ? ഫോട്ടോയിലൊക്കെ കാണുമ്പോ നല്ല വെളുത്തിട്ടാണ് കാണുന്നത്. ഞാൻ കറുത്തിട്ടൊന്നുമല്ല, ഞാൻ നല്ല വെളുത്തിട്ട. പിന്നെന്തിനാ കുങ്കുമപ്പൂ? വെളുക്കാനൊന്നല്ല. ഉം സാധാരണ കുങ്കുമപ്പൂ പാലിൽ തിളപ്പിച്ച് കഴിക്കുന്നത് ഇത് വെളുക്കാനും ഇതിനൊക്കെ പറഞ്ഞിട്ടാ കഴിക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല. ഉം. അല്ല, വെറുതെ ഒന്ന് ഗൾഫിന്ന് കിട്ടുന്നതല്ലേ. എന്നാ മേടിക്കാം. നല്ല സ്പെയിനിന്റെ നല്ല സാധനം കിട്ടും, കൊണ്ടുവരാം. ഞാൻ എനിക്ക് വീട്ടിലേക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ആ. നീ എനിക്ക് കൂടി വാങ്ങിക്കാം. ഉം. പിന്നെ ആയില്ലേ? പിന്നെ വേറൊന്നും വേണ്ട. അതിപ്പോ ഞാൻ വരുമ്പോ ഒരു ലോഡ് സാധനം നിനക്ക് തന്നെ കൊണ്ടുവരേണ്ടി വരുമല്ലോ. അതിനെന്നാ? പിന്നെ ഉം. ഞാൻ നാട്ടിൽ പോയിട്ട് നിന്റെ അടുത്തോട്ട് വരണോ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുമ്പോ നേരെ നിന്റെ അടുത്തോട്ട് വരണോ ആലോചിക്കുന്നത്. നേരെ എന്റെ അടുത്തോട്ട് തന്നെ വാ. നീ എന്നെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. നേരിട്ട് കാണാൻ വീഡിയോ കോളിൽ കാണുന്നില്ലേ? അങ്ങനെ തന്നെയല്ലേ അങ്ങനെയല്ലേ ഉള്ളത്. കണ്ടിട്ടുള്ളൂ. അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഫോണിൽ കാണുന്ന പോലെ അല്ലല്ലോ. ഇത് കാണുന്ന പോലെ കണ്ടാ പോരാന്നാണ് എനിക്കൊരാഗ്രഹമുണ്ട്. പിന്നെ ഉം. ഈ ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റയിലും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതല്ലേ പറഞ്ഞത്. ഇത് ഇനി അവിടെ എത്തുമ്പോ ഞാൻ ഈ ഉദ്ദേശിച്ച ആളെന്നെ ആയിരിക്കൂലേ? സാധാരണ അങ്ങനെയൊക്കെ പറ്റിക്കാറുണ്ട്. അത് നീ അങ്ങനെ പറയുന്നു. ഉം എന്റെ ഫോട്ടോ എല്ലാം നീ കണ്ടതല്ലേ? ഫോട്ടോ കണ്ടിന്, പിന്നെ വീഡിയോ കോളിലും കാണുന്നുണ്ട്. ആ. ആ പിന്നെ വീഡിയോ കോളിൽ കുഴപ്പമില്ല. പിന്നെ വേറെ ആരും വരൂലല്ലോ, ഞാനല്ലാണ്ട്. പിന്നെ ആയിരിക്കുമല്ലേ? പിന്നെ അല്ലാണ്ട്. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. ഓ. പിന്നില്ലേ, ഉം. ഈ പിന്നെന്നാ? ഇന്ന് രാത്രി വീഡിയോ കോൾ വരട്ടെ? എന്തായാലും ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. എന്തിനാ? എന്തിനാന്നറിയില്ലേ, അന്ന് ഞാൻ ചോദിച്ച കുറെ ഭാഗങ്ങളൊന്നും നീ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അതെന്തിനാ വീഡിയോ കോളിൽ കൊടുക്കാവുന്ന? നമുക്ക് നേരിട്ട് കണ്ടൂടെ? നേരിട്ട് നീ ഒരാഴ്ച കാത്തുകണ്ട്. നീ ഒരു കൊല്ലായി ഞാൻ എന്നെ ഇങ്ങനെ മോഹിപ്പിച്ച് പോണത്. അല്ല, അല്ലെങ്കിലും അങ്ങനെ കണ്ടിട്ട് എന്നാ ആകാനാ? അങ്ങനെ കണ്ടിട്ടൊന്നും ആകാനൊന്നും അല്ല. അത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവില്ലേ? ഗൾഫിൽ ഇരിക്കുന്ന നമുക്ക് അതിൻ്റെതായ ഒരു ഫീല് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാകുമ്പോ ഒരു ഫീലൊക്കെ കിട്ടാൻ. അങ്ങനെ കണ്ടിട്ടെന്ന പരിപാടി? കണ്ടിട്ട് പരിപാടി എന്ന് പറഞ്ഞാല് അത് പരിപാടിയൊക്കെ ഉണ്ട്. ആ പരിപാടി നേരിട്ടിട്ട് അങ്ങ് കാണുമ്പോ പോരെ? വീഡിയോ കോളിലാകുമ്പോ വീഡിയോ കോളിലൂടെ കളിക്കാ, അതറിയില്ല. വീഡിയോ കോളിൽ കളിക്കുന്ന എത്ര ടീമുണ്ട്? കുറെ ആൾക്കാരില്ലേ. അങ്ങനെ കളിക്കണ്ട, നമുക്ക് നീ നേരിട്ടിട്ട് വാ. നേരിട്ട് വന്ന് സത്യം പറഞ്ഞ ഇതെല്ലാം നടക്കും. ഡൗട്ടുണ്ട് കേട്ടാ. എന്താ നടക്കാണ്ട്? എന്നാ ഡൗട്ട് എന്നാ? ഫോണിലൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് നാട്ടിൽ ഞാൻ എത്തുമ്പോൾ
അല്ല നീ എന്തായാലും പിന്നെ സാധനം തരാൻ വരൂലേ, അപ്പൊ നേരിട്ട് കണ്ടൂടെ? ഞാൻ എന്തായാലും വരും, സാധനം തരാൻ എന്തായാലും വരും. ആ. ഉം. ഞാന് അടുത്ത ആഴ്ച എന്തായാലും നാട്ടിലെത്തി. എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരുന്നതെല്ലാം കെട്ടിപ്പിടിച്ച് വരണ്ടേ. ഞാൻ വീട്ടിൽ പോയിട്ട് വീട്ടിലെത്തിയിട്ട് വരുമ്പോ അതൊരു സുഖമില്ല. നീ നേരിട്ട് എന്താ നേരെ ഞാൻ എടുത്തിട്ട് എന്റെ അടുത്ത് വരുന്നത് എനിക്കിഷ്ടം. എന്റെ അടുത്ത് വരുന്ന വെച്ചാല് ശരി, ഞാൻ ഇവിടുന്ന് വരുമ്പോ അകപ്പടലും ക്ഷീണം പിടിച്ചിട്ടുണ്ടാവുക, പിന്നെ അതെ, ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ല, അതിന്റെ ഒരു മണവും മറ്റേ എന്തൊരു രസമായിരിക്കും. ഓ, അങ്ങനെ എന്ത് മണം വന്നതിന്? അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാവൂല. ഉണ്ട്, എന്തോ ഉണ്ടാവും, എനക്കറിയാം. അപ്പം അങ്ങനെ എനിക്ക് പറയുകയാണെങ്കിൽ മുന്നേ ഗൾഫിൽ നിന്ന് വന്നില്ല നിന്റെ വീട്ടില്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് അറിയില്ലേ, അതിന് പ്രത്യേക ഒരു മണല്ലേ. ഉം. ഉം. അങ്ങനെ പ്രത്യേക മണമുണ്ട്. ആ, ഉണ്ട്. ആ മണത്തിന് വേണ്ടിയാ ഉം. ഞാന് എപ്പോഴാ വന്നിട്ട് വരും. ആ, കണ്ണൂർ വന്നിട്ട് വേണ്ടി വരും വരാം അല്ലേ. നീ എറണാകുളത്ത് നിന്ന് വന്നു, എറണാകുളം ഞാൻ ഇറങ്ങിട്ട് വന്നു. എറണാകുളം ഇറങ്ങുമ്പോ വീട്ടിൽ പോകാണ്ട് വരാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അവിടുന്ന് വந்தേ ഞാൻ വിചാരിച്ച വന്ദേ ഭാരതിന് കയറിയ എന്നിട്ട് അവിടെ എത്തൂലേ. നീ കാസർഗോഡല്ലേ? ഞാനേ ആടെ ഉം. വന്നിട്ട് നിന്നെ കൂട്ടിക്കോളാം. അല്ല അല്ലേ? ഞാന് അതാ പറഞ്ഞ, നീ കാസർഗോഡ് നീ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്ദേ ഭാരതിന് കയറിയാൽ നീ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വരാം. വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് വരും. എവിടാ എന്റെ അടുത്ത് വന്നിട്ടോ? എന്റെ അടുത്താണോ അങ്ങനെയല്ല, പറയുന്നത്? എന്റെ വീട് എറണാകുളത്ത് തൈക്കോടാണ്. അവിടെ നിന്ന് ഞാൻ വീട്ടിൽ പോയി വന്ദേ ഭാരതിന് കാസർഗോഡേക്ക് കയറിയാലേ അതല്ലേ നല്ലത്. നിന്റെ വീട് എവിടെയാ? കാസർഗോഡ് നീ എനിക്ക് ലൊക്കേഷൻ അയച്ചു പറഞ്ഞിട്ട് ഇതുവരെ അയച്ചു തന്നിട്ടില്ല. ഞാൻ ലൊക്കേഷൻ ഒന്നും വേണ്ട, ഞാൻ വന്നിട്ട് കൂട്ടിക്കോളാം. ഇവിടെ വന്നിട്ട് അവിടെ കാസർഗോഡ്, അവിടെ നീ അവിടെ ഇറങ്ങിയാൽ മതി. ഞാൻ നേരിട്ട് നിന്റെ വീട്ടിലേക്ക് വരുവാ ഗൾഫിന്ന്. അത് പിന്നെ ഞാൻ ഒന്നിക്ക് മംഗലാപുരം ടിക്കറ്റ് എടുക്കണോ അല്ലെ കണ്ണൂരേക്ക് ടിക്കറ്റ് എടുക്കണം? നീ എങ്ങനെയെങ്കിലും വാ, നീ നേരിട്ടിട്ട് എന്റെ അടുത്ത് വന്നാൽ മതി. നീ വീട്ടിൽ കേറണ്ട. ആരെ വീട്ടില്? എന്റെ വീട്ടിലൊന്നും പോകാണ്ട് എന്റെ വീട്ടിൽ നേരിട്ട് വന്നാൽ മതി. എന്നിട്ട് ഞാനിപ്പം കൊച്ചിയിലേക്കല്ലേ ടിക്കറ്റ് എടുത്തേ. ഞാൻ ഈ ടിക്കറ്റെല്ലാം മാറ്റിട്ട് കണ്ണൂരേക്ക് ടിക്കറ്റ് എടുത്തിട്ട് വരണ്ടേ. അന്നേരം കുറെ നഷ്ടങ്ങളില്ലേ. എന്നാ നീ മുന്നേ പറയണ്ടേ. ആ നഷ്ടമെല്ലാം ഞാൻ തീർത്ത് തരും. എങ്ങനെ? അതെങ്ങനെയാണ്? അത് നീ വന്നാ മതി. ടിക്കറ്റ് കൺഫേം ആയില്ല. എന്നാ പിന്നെ ഞാൻ കണ്ണൂരേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് വരണം. പിന്നെ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ കുറെ ദൂരം ഉണ്ടോ? കണ്ണൂരിൽ നിന്ന് വരുമ്പോ ഇല്ല, കുറച്ച്. കൊച്ചിയിലോട്ട് പോകണ്ട, ഞാൻ കണ്ണൂരേക്ക് ടിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞാല് എന്നാലും എനിക്ക് നിന്റെ അവിടെ കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിനക്കറിയില്ലേ ഞാനിവിടെ കാത്തു നിക്കുന്നു. ഞാൻ വിചാരിച്ച വീട്ടിൽ പോയാല് പിന്നെ നിന്റെ അടുത്ത് വന്നാൽ എനിക്കൊരു 2-3 ദിവസം നിൽക്കാലോ. വീട്ടിൽ പോയാ നീ വരുമൊന്നുമില്ല. പിന്നെ ആര് പറഞ്ഞു വരില്ലാന്ന് എന്റെ ആവശ്യല്ലേ. പിന്നെ അവിടെ ഹോട്ടല് റൂം കിട്ടുമല്ലോ, നല്ല അടുത്ത് താമസിക്കാൻ പറ്റില്ല എനിക്ക്. ഹോട്ടലിൽ എന്തിനാ?